നമസ്കാരം. കണ്ണൂർ വൺ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മലയാളികൾക്കിന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി. പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവാണ് ഓരോ ഓണാഘോഷവുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. വാർത്തകൾ വിശദമായി. ഇന്ന് ഉത്രാടപ്പാച്ചൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. ഇന്ന് ഉത്രാട ദിനം. ഒന്നാം ഓണം എന്നാണ് ഉത്രാട നാളിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ഉത്രാടത്തിന്റെ പിറ്റേന്നാണ് തിരുവോണം ആഘോഷിക്കുന്നത് എന്നതിനാൽ തന്നെ വളരെ തിരക്കേറിയ ദിവസമായിരിക്കും ഇത്. ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണമെന്നും പറയപ്പെടുന്ന ഇടങ്ങളുണ്ട്. ഈ ദിവസം കുട്ടികൾ ഓണം ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കുന്നതിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുകയും ചെയ്യും. ഇതിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഉത്രാടം നാളിലാണ് അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളമിടലിൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ. പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവാണ് ഓരോ ഓണാഘോഷവും എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി. മലയാളത്തിന്റെ മഹനീയ സങ്കല്പമാണ് ഓണം. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷം. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതുമാണ് ഓരോ ഓണാഘോഷങ്ങളും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വിതച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും ലാഭമുണ്ടാക്കുന്നവർ തക്കം പാർത്തിരിക്കുന്ന ഈ കാലത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കാനാകണം. അതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ സന്ദേശവും. കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാം ഊഷ്മളമായ ആശംസകൾ നേരുന്നുവെന്നും മുഖ്യമന്ത്രി കുറിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ എളയാവൂരിൽ ദേശീയപാത 66ന്റെ ഭാഗമായി കെട്ടിയ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. ഒരു ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സംഭവത്തിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇപ്പോഴും പ്രദേശത്ത് പലയിടങ്ങളിലും ചെറിയ തോതിൽ മണ്ണിളകുന്നുണ്ട് എന്നതും ആശങ്കയാണ്. നടുഭാഗം തുറന്നു നിർമ്മിച്ച പാതയായതിനാൽ തന്നെ ഇരുവശങ്ങളിലും വലിയ ഉയരത്തിലാണ് മൺഭിത്തിയുള്ളത്. ഇതിനു മുന്നിൽ സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നുവെങ്കിലും അത് അമർന്ന് മണ്ണ് ഇടിഞ്ഞിറങ്ങുകയായിരുന്നു. ഇതിനു മുകൾ ഭാഗത്ത് വീടുകളുള്ളതാണ് പ്രദേശവാസികളെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കുന്നത്. കൂടാതെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയിലടക്കം വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, കണ്ണൂർ എം.എൽ.എ. ടി.ഒ. മോഹനനടക്കം സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം സംഭവത്തിൽ ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് അടിയന്തര റിപ്പോർട്ട് തേടി. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നാണ് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കണ്ണൂർ വൺ. കണ്ണൂർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ 175ാമത് ജയന്തി ആഘോഷം കണ്ണൂർ ആനന്ദ ചന്ദ്രോദയ യോഗശാലയിൽ നടന്നു. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ജയന്തി ആഘോഷം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് എഇഒ കെ.പി. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തിന് നമ്മുടെ കണ്ണൂരെ തയ്യിൽ കുറച്ചു വർഷം മുമ്പ് നമ്മുടെ കോവിഡ് കാലത്ത് ഒരു കുട്ടി ആധുനിക ചികിത്സ കിട്ടാതെ, പനി വന്നപ്പോൾ ആധുനിക ചികിത്സ കിട്ടാതെ മരിച്ചുപോയി. ആധുനിക ചികിത്സ കൊടുക്കാതെ മന്ത്രവാദത്തിന്റെ പേരിലാണ് ചികിത്സ നടത്തിയത്. അപ്പോൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങളൊക്കെ പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെയാണ് വളരെ കപടശാസ്ത്രങ്ങൾ, പലതരത്തിലുള്ള കപടശാസ്ത്രങ്ങൾ നമ്മൾ വളരെ കൂടുതലായിട്ട് കപടശാസ്ത്രം ആശ്രയിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കപടശാസ്ത്രമാണ് ജ്യോതിഷം. എന്തുകൊണ്ടാണ് ജ്യോതിഷം ശാസ്ത്രമല്ല എന്ന് പറയുന്നത്? ശാസ്ത്രമാണെങ്കിൽ ശാസ്ത്രത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് പുതിയ കണ്ടെത്തലനുസരിച്ച് പുതുക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. പുതുക്കുക, അപ്ഡേഷൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അപ്ഡേറ്റ് ചെയ്യാത്തത് ശാസ്ത്രമല്ല, അത് വിശ്വാസമാണ്. ജ്യോതിഷത്തിൽ ഇതുവരെ അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല. ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം 2000 കൊല്ലം മുമ്പുള്ള വിശ്വാസമാണ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം. എന്താ 2000 കൊല്ലം മുമ്പ് നമ്മൾ വിശ്വസിച്ചത്? ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ്. ഭൂമി എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്നു. അതുകൊണ്ടാണ് ഗ്രഹനിലയിൽ നടുക്ക് നമ്മൾ ഭൂന്ന് വരച്ചു വെക്കുന്നത്. നടുക്കുള്ള ഭൂമിയാണ്. ഭൂമിയെ രവിചുറ്റുന്നു.
സൂര്യൻ ചുറ്റുന്നു, കുജൻ ചുറ്റുന്നു, ചൊവ്വ ചുറ്റുന്നു. ആകാശത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന 5 ഗ്രഹങ്ങളാണ്. ഈ 5 ഗ്രഹങ്ങളാണ് കുജനായിട്ടും ചൊവ്വയും ശുക്രനും ഒക്കെ ആയിട്ടുള്ള 5 ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനൊക്കെ ഭൂമിയെ ചുറ്റുന്നു എന്നാണ് പണ്ടത്തെ ആളുകൾ കരുതിയിരുന്നത് 2000 വർഷം മുമ്പ്. നമുക്കറിയാം 1609 ഗലീലിയോ ഗലീലി പരീക്ഷണ നിരീക്ഷണത്തിലൂടെ തെറ്റാൻ തെളിയിച്ചു. ആനന്ദ സമാജം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് കെ ദിവാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം CV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. കെ ഗണേശൻ, വി ചന്ദ്രബാബു, TV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1. വാർത്തകളിൽ ഇടവേള. Might be wondering why I'm singing a Malayalam song, Dinesh Coconut Milk. You can also try Dinesh Coconut Milk. Nalla asal nampak. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761303. Mitco offers expert banking software solutions with 25 years of experience. We provide core banking. Contact our head office in Kannur or branch in Trivandrum. മഹാമന്ത്രി, എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എല്ലാവരും ആഘോഷ തിമിർപ്പിലാണല്ലോ. ശരിയാണ് ഇന്ദ്രദേവ, കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ലക്കാലക്കയാണ്. ലക്കാലക്കയോ? ആ, ലക്ക ലക്ക. Come on to G-Mart, everything under one roof. Best offers every day, big savings all the way. Come on to G-Mart, shop, smile, celebrate. Lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, Nandilatte G-Mart.
ലെക്ക ലെക്ക. ഈ ഓണം ആഘോഷിക്കൂ ഗോപു നന്ദിലെ ജി മാർട്ടിനോടൊപ്പം. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ സംഘടിപ്പിച്ച നബിദിന റാലി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുൾപ്പെടെയുള്ള എല്ലാവരുടെയും കേരള സർക്കാരിന് പ്രത്യേകമായ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ്. നബിദിനത്തിന്റെ ആഘോഷ പരിപാടികൾ മാത്രമല്ല, നബിദിനം നമുക്കെല്ലാവർക്കും ചിന്തകളിൽ നബിയുടെ കാഴ്ചപ്പാടുകളെ ഒരിക്കൽക്കൂടി കൊണ്ടുവരാനുള്ള ഏറ്റവും സുന്ദര ദിനമായിട്ട് സി സമീർ അധ്യക്ഷത വഹിച്ചു. ടി എ തങ്ങൾ, പി കെ ഇസ്മത്ത്, സി എം ഇസുദ്ദീൻ, അൽത്താഫ് മാങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. എ ഷിഹാബുദ്ദീൻ, എസ് എം അബ്ദുൾ ജബ്ബാർ, പി പി സൈനുദ്ദീൻ, കെ പി ഇസ്മായിൽ ഹാജി, പി പി ഇബ്രാഹിം ഹാജി, കെ എസ് അഷറഫ്, സഹീർ അറക്കകത്ത്, റഷീദ് പടന്ന, പി പി എ റഹീം, റഫീഖ് കളത്തിൽ, അനസ് താഴത്ത്, പി വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ റാലി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് എ വി നിർവഹിച്ചു. സിറ്റി ജുമാ മസ്ജിദിൽ നടന്ന മൗലിദ് സദസ്സിന് സയ്യിദ് ബാ അലവി ആറ്റക്കോയത്തങ്ങൾ നേതൃത്വം നൽകി. കണ്ണൂർ സിറ്റി റേഞ്ചിലെ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സോൺ കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വികസനത്തിന് സോണെന്ന പരിഗണന കൂടി കിട്ടുമായിരുന്നു. 2 ഡിവിഷനാണ് പാലക്കാടും തിരുവനന്തപുരം. തിരുവനന്തപുരം ഡിവിഷനിൽ പെടുന്ന നാഗർകോവിൽ മേഖല മധുര ഡിവിഷനിലേക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. പാലക്കാട് ഡിവിഷനിൽ പെടുന്ന പൊള്ളാച്ചി, അതിന് പാലക്കാട് നിലനിർത്തുമെന്ന് ഉറപ്പില്ല. ചുരുക്കത്തിൽ സോണില്ല, ഡിവിഷൻ വെട്ടിക്കുറക്കുന്നു. ഇങ്ങനെയൊരു നില കേരളത്തിലെ റെയിൽവേ വികസനത്തെ സാരമായി ബാധിക്കും. കേരളം ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ് കോച്ച് ഫാക്ടറി. പാലക്കാട് അതിനു വേണ്ടുന്ന സ്ഥലം ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തു കൊടുത്തു. പാർലമെന്റിൽ പാലക്കാട് റെയിൽവേ കോച്ച് ഫാക്ടറി അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. സ്ഥലം റെയിൽവേ അധികൃതർ വന്ന് പരിശോധിച്ച് തൃപ്തിപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെന്റ് കോച്ച് ഫാക്ടറി കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. 3ാം പാത അത് കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമാണ്. പുതിയ തീവണ്ടികൾ ഇനി അനുവദിക്കണമെങ്കിൽ 3ാമതൊരു റെയിൽ പാത അനിവാര്യമാണ്. ഡിവിഷനുകൾ വെട്ടിക്കുറച്ചതോടെ ഇപ്പോൾ അതിന്റെ സാധ്യതയും അടയുകയാണ്. ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സംസാരിച്ചു. മുഹമ്മദ് സിറാജ്, PM അഖിൽ, AP അൻവീർ, ഷിബിൻ ഖാനായി, കിരൺ കരുണാകരൻ, CP ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂക്കളങ്ങൾ.
അതുകൊണ്ട് തന്നെ എങ്ങും ജനങ്ങൾ പൂക്കൾ വാങ്ങാനുള്ള തിരക്കിലാണ്. കണ്ണൂർ നഗരത്തിൽ പൂക്കച്ചവടം തകൃതിയായി നടക്കുകയാണ്. ഇതര ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂക്കച്ചവടക്കാർ നഗരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓണപ്പൂക്കളങ്ങൾ സുന്ദരമാക്കാനുള്ള മനോഹര പുഷ്പങ്ങളുമായി പൂക്കച്ചവടക്കാർ വൻതോതിൽ കണ്ണൂർ നഗരത്തിൽ സജീവമാണ്. വാർത്തകളിൽ ഒരിടവേള കൂടി. You might be wondering why I'm singing a Malayalam song, Dinesh Coconut Milk. You can also try Dinesh Coconut Milk. Nalla asalonam pal. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303. Midco offers expert banking software solutions with 25 years of experience. We provide core banking. Contact our head office in Kannur or branch in Trivandrum. മഹാമന്ത്രി, എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എല്ലാവരും ആഘോഷ തിമിർപ്പിലാണല്ലോ. ശരിയാണ് ഇന്ദ്രദേവ. കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ലക്കാലക്കയാണ്. ലക്കാലക്കയോ? ആ, ലക്ക ലക്ക. Come on to G-Mart, everything under one roof. Best offers every day, big savings all the way. Come on to G-Mart, shop, smile, celebrate. Lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, Nandilatte G-Martil. Laka 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 laka, Vangu, Jaiku, Aghoshiku. Nandilatte G-Martil.
ലെക്ക ലെക്ക. ഈ ഓണം ആഘോഷിക്കൂ ഗോപു നന്ദിലെ ജിമാർട്ടിനോടൊപ്പം. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ലെക്ക ലെക്ക ഓഫറിലൂടെ നൽകുന്നത് വമ്പിച്ച ബമ്പർ സമ്മാനങ്ങൾ. 25 മാരുതി ബലേനോ കാറുകൾ നൽകുന്നു. 100 സ്വർണ്ണ നാണയങ്ങൾ, 100 വെള്ളി നാണയങ്ങൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 LED ടിവികൾ എന്നിവ നറുക്കെടുപ്പിലൂടെ ഇടപാടുകാർക്ക് നൽകുന്നു. കൂടാതെ 25,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 2 EMI ക്യാഷ് ബാക്ക്, 70% വരെ ഡിസ്കൗണ്ട് എന്നിവയും ഇടപാടുകാർക്ക് ലഭ്യമാണ്. നന്ദില ജിമാർട്ട്, ഗോപു നന്ദില ജിമാർട്ട് ഓണ സമ്മാനമായിട്ട് കസ്റ്റമേഴ്സിന് ലെക്ക ഓഫറിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകളാണ് നമ്മൾ നൽകുന്നത്. കൂടാതെ 100 ഗോൾഡ് കോയിൻസ്, 100 സിൽവർ കോയിൻസ്, 100 LED ടിവികൾ, പിന്നെ 100 വാഷിംഗ് മെഷീൻ, ഇത്രയും ഗിഫ്റ്റുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഈ സീസണിൽ നൽകുന്നുണ്ട്. കൂടാതെ 25,000 രൂപ വരെ ക്യാഷ് ബാക്ക് പ്രൈസുകൾ, പിന്നെ 2 EMI എടുക്കുമ്പോൾ 2 EMI ക്യാഷ് ബാക്ക്, പിന്നെ 70% വരെ ഡിസ്കൗണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിന് അത്രയും നല്ല ഓഫേഴ്സുകളാണ് നന്ദില ജിമാർട്ട് ഇപ്രാവശ്യം ഒരുക്കുന്നത്. PP മുകുന്ദൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷം സംഘടിപ്പിച്ചു. സർഗോത്സവം എന്ന പേരിൽ കണ്ണൂർ NE ബാലറാം ഹാളിൽ നടന്ന ആഘോഷം അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് C രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാനവർ 1 എന്ന വിഷയത്തിൽ CN ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊറ്റിയത്ത് സദാനന്ദൻ, E വേലായുധൻ, N ഉഷ, KM സ്വപ്ന, വിജയൻ നണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാമത്സരങ്ങളും നടന്നു. വലിയ സുഖസൗകര്യങ്ങളുണ്ട്, പക്ഷേ ആ വീട്ടിലും പരിശോധിച്ചാൽ ഒരു സമാധാനമില്ല. സമാധാനത്തിന്റെ കാഹളമാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സമത്വവും സാഹോദര്യവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവേണ്ടുന്ന ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ഓണാഘോഷം. അതുകൊണ്ടാണ് ലൈബ്രറി ഞാൻ വളരെ ചുരുക്കി എടുക്കുക. രവിയേട്ടൻ പറഞ്ഞു അധികം സമയം ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ചുരുക്കിയെടുക്കുകയും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം കടന്ന ഒരുപാട് കേരളം നടന്നു വന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേരളം എവിടുന്നല്ലോ നടന്നു വന്നതാണ്. അങ്ങനെ നടന്നു വന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേട്ടങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞല്ല. നമ്മൾ ഒരുപാട് നേട്ടങ്ങളുണ്ട്, പഴയ തലമുറയെ അപേക്ഷിച്ച് നേട്ടങ്ങളുണ്ട്. പക്ഷെ ആ നേട്ടം നേടുമ്പോൾ ആ നേടിയ അനുഭവിക്കുന്നവർ മറ്റൊരു തരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്ത ദുരന്തം ഈ കാലത്ത് നമ്മൾ കാണും. ദുരന്തം നടക്കുന്നത് അവിടെയും സമാധാനം പോവുക. പട്ടിണിയില്ലാതെ കാലം വന്നാൽ സമാധാനം ഉണ്ടാവും വിചാരിച്ചു, വസ്ത്രം ഉണ്ടായാൽ സമാധാനം ഉണ്ടാവും വിചാരിച്ചു, ആരോഗ്യ സംരക്ഷണത്തിൽ സമാധാനം ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ സമാധാനം നഷ്ടപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. നൈറ്റ് ലൈഫ് കൂടി വരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ 12 മണിക്കും 1 മണിക്കും നിങ്ങൾ ഈ താഴെ ചൊവ്വയുള്ള നെസ്റ്റോ എന്ന് പറഞ്ഞ അതിൻ്റെ പേരെങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ, അവിടെ ഒരു 12 മണി ഞാനൊരു വെറുതെ ഇങ്ങനെ ഇത്തരം സ്ഥലത്തെല്ലാം പോയി നോക്കാറുണ്ട്. മലപ്പുറങ്ങാട് ബീച്ചിലെല്ലാം 12 മണിക്ക് ഞാനൊരു ദിവസം പോയിട്ട് കാണാൻ തന്നെയാണ്. എന്താ നമുക്ക് ഈ പുസ്തകത്തിന് പോരാ, ഫീൽ ചെയ്യണം. അവിടെ സത്യത്തിൽ ആയിരക്കണക്കിന് ആളുകളായി താഴെ ചൊവ്വ. അവിടെ 5 ടാക്കീസ് ഉണ്ട്. ടാക്കീസിൻ്റെ അല്ല, വെറുതെ ആൾ നടക്കുക. എങ്ങനെ ദൂരെ നിന്ന് എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങളത് ഇങ്ങനെ ദൂരെ നിന്ന്. ഞാൻ പറഞ്ഞില്ലപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കാണാൻ പറഞ്ഞു. ഞാനൊരു പൊട്ടൻ്റെ നിന്നു. കാരണം എന്നെ വിചാരിക്കുന്നു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കാണാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ കാഴ്ച കാണും. നിങ്ങൾ ആടി ഇതെല്ലാം നോക്കിക്കൊന്നു. അയാൾ ചോദിച്ചിട്ടുണ്ടോ ഇതൊരു മലപ്പൊട്ടനാണ്, ഒന്നും തിരിയാത്തവനാണ്, അതുകൊണ്ട് അയ്യോ പാവം ചായ വേണമെന്നും പോലും ചോദിക്കുവാനുണ്ട്. ഞാൻ ഇങ്ങനെയാണ് നിന്ന് നോക്കുക. നോക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ പലരും പോയിട്ടുണ്ടോ പറയുന്നും വേണ്ട, എല്ലാവരും പോയിട്ടുണ്ടോ. അവിടെ 12 1 മണിയായിട്ടും ഭക്ഷണവും തീരുന്നില്ല, ആള് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആള് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പൊട്ടൻ്റെ വിട്ട് നിന്നിട്ട് ഒരു കുട്ടി, ഒരു 18-20 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു മോൾ എത്രയല്ല പഠിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു എത്ര മണിക്കാണ് നീ കിടക്കുക? പോയിട്ട് ഒരു 2 മണിക്ക് കിടക്കും. എപ്പോഴാണ് എഴുന്നേൽക്കും? അവിടെയാണ്. ഞാനൊരു 9:45 എഴുന്നേൽക്കും. 10:30 പോകുന്നു. ഞാൻ ചോദിച്ചു നീ റുട്ടീനായി ചെയ്യേണ്ട കുളിയും പല്ലുതേക്കലും ഉണ്ടോ? അതൊന്നും വേണ്ട. ഇന്ന് നിങ്ങൾ ഏത് ലോകത്താണ് ചോദിച്ചത്? വളരെ കൂടുതൽ. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പഴഞ്ചനായ മനുഷ്യനാണ്, ഞാൻ ചോദിച്ചാണ്. അന്നേരം പറഞ്ഞു ഞാൻ വായിൽ ഒരു മൗത്ത് വാഷ് ഇടും, ഞാൻ പിന്നെ കുറച്ച് സ്പ്രേ ഒഴിക്കും. എന്തിനാ കുളിക്കേണ്ട ആവശ്യമില്ല, ഒരാഴ്ച കുളിക്കാൻ ഞാൻ കുളിക്കുന്നു. നിങ്ങൾ ചിരിക്കേണ്ട കേസല്ല, ഇതൊരു ട്രെൻഡായി മാറുകയാണ്. കണ്ണൂർ സർവകലാശാല ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ് പാലയാട് യൂണിയൻ സംഘടിപ്പിച്ച കാർണിവലിൽ കോട്ടൂർ പ്രകാശൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കടച്ചിറ കോട്ടൂർ ജ്യോതിസ് കളരി സംഘം അവതരിപ്പിച്ച കളരി പ്രദർശനം കാണികളെ വിസ്മരിപ്പിച്ചു. 6 വയസ്സുകാരൻ യദുനന്ദിന്റെ കണ്ണുകെട്ടിയ വടിപ്പയറ്റ് കാണികൾക്ക് ആവേശം പകർന്നു.
വട്ടിയം തിരുപ്പ് സമ്പ്രദായം, തീപന്തങ്ങൾ കൊണ്ടുള്ള മാസ്മരിക പ്രകടനം തുടങ്ങിയവയും ജ്യോതിസ് കളരി സംഘം കാഴ്ചവെച്ചു. പ്രകാശൻ ഗുരുക്കൾ, പ്രസാദ് ഗുരുക്കൾ, ശ്രീജിത്ത് അനുരാഗ്, PC റീന ഗുരുക്കൾ, ബേബി ടീച്ചർ, ദേവിന ശ്രീജിത്ത്, മാനസ മോഹൻ, ആദിദേവ്, ചന്ദന, അർപ്പിത തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളികൾക്കിന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി. പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവാണ് ഓരോ ഓണാഘോഷവുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. കണ്ണൂർ 1 വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.